അപ്പോൾ 2024 മാതൃസ് നടത്തുന്ന ആദ്യ യാത്ര നമ്മുടെ മീശപ്പുലിമലയിലേക്ക്. അപ്പോൾ വാ. ഏറ്റവും വലിയ ആഗ്രഹമാണ് മീശപ്പുലിമല യാത്ര. അപ്പം അതിലേക്കുള്ള ഫുൾ ത്രില്ലാണ്. അപ്പം ഉച്ചയ്ക്ക് 2 മണിയോട് കൂടി തന്നെ ഇവിടെ എത്താനാണ് പറഞ്ഞത് മൂന്നാറിൽ. അപ്പം മൂന്നാറിൽ എത്തിക്കഴിഞ്ഞപ്പം നമ്മളെ വണ്ടിയെല്ലാം ഇവിടെ പാർക്ക് ചെയ്യണം. ഇതാണ് KFDCയുടെ ഫോറസ്റ്റ് ഓഫീസ്. അപ്പോൾ KFDC ഓഫീസ് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ബാക്കി കാര്യങ്ങളെല്ലാം അവർ പറയും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യമെല്ലാം. KFDCയുടെ അണ്ടറിലുള്ള രണ്ടാമത്തെ ഒരു ടൂറിസം സ്പോട്ടിലേക്കാണ് നമ്മൾ വരുന്നത്. അത് നമ്മൾ ആദ്യം നടത്തിയ ഗവി യാത്രയും KFDCയുടെ അണ്ടറിലായിരുന്നു. അപ്പോൾ ഇവിടെ ഫ്ലവർ ഷോയും കാര്യം നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് പോവാൻ എന്താ ചെയ്യണ്ടേ? നമുക്കിനി പോവാം. നമുക്ക് എന്തെങ്കിലും ഇവിടുന്ന് ഒരു ഫോം ഫില്ല് ചെയ്യണം. എൻട്രി പെർമിറ്റ് നമ്മൾ മീശപ്പുലിമലയിലേക്കുള്ള എൻട്രി പെർമിറ്റ് ഇവിടുന്നാണ് ഫില്ല് ചെയ്യുന്നത്. എടുത്ത വിടാം. എടുത്ത വിടാം. അപ്പോൾ ജീപ്പും കാര്യമൊക്കെ സെറ്റാണ്. എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാം ഉണ്ട്. നമുക്ക് ജീപ്പിന് റെന്റ് എന്താ വരുന്നത്? ജീപ്പിന് 3500 രൂപ. എത്ര അപ്പ് ആൻഡ് ഡൗൺ? അതായത് എത്ര പേരുണ്ടാവും ജീപ്പിനപ്പോ? 6 പേരുണ്ടാവും. 6 പേര്. അത് നമ്മളെ പാക്കേജ് ഉൾപ്പെടും അല്ലെങ്കിൽ നമ്മൾ വേറെ സെപ്പറേറ്റ് ആണ്? സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതിന് ഈ ജീപ്പ് അവിടെ നിന്ന് സ്റ്റേ ആണ് നമ്മുടെ? അതെ, ഇന്ന് നൈറ്റ് അവിടെ ഉണ്ടാവും, നമ്മുടെ കൂടെ ഉണ്ടാവും. ജീപ്പ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും എങ്ങനെയാ? ജീപ്പ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. പേയ്മെന്റ് ചെയ്യേണ്ടത് ഗസ്റ്റ് ചെയ്യണം. നമ്മൾ അവിടുത്തെ KFDCയുടെ ബേസ് ക്യാമ്പിൽ ഭക്ഷണം ഇറക്കേണ്ട ഫുഡെല്ലാം നമ്മൾ ഇവിടുന്ന് വാങ്ങി പോവുക ചെയ്യാം. നമ്മളല്ല, KFDC വാങ്ങിക്കോളും. അപ്പം കണ്ടില്ലേ കോഴിമുട്ട. അപ്പോൾ ഇന്ന് രാത്രിക്കുള്ള കോഴിമുട്ട അല്ലേ? അപ്പോൾ ഡെയിലി പോയി വാങ്ങുക? എന്താ ചെയ്യുക? ആഴ്ച ഒരിക്കലും. അപ്പോൾ നമ്മൾ മുട്ട കേട്ടാണ് നമ്മൾ പോകുന്നത്. രാത്രി നമ്മൾ ഫുഡ് തകർക്കില്ലേ? ഫുഡ് പിന്നെ അല്ല. അപ്പോൾ രഞ്ജിത ഇവിടെയാണ് സ്ഥലം ചായ കുടിക്കാൻ. അതെ. ഇത് സ്ഥലം പേര് സൈലന്റ് വാലി. അപ്പോൾ നമ്മൾ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിപ്പോൾ? നമ്മൾ 20 കിലോമീറ്റർ. അത് ഇവിടുന്ന് വിട്ടാൽ പിന്നെ ഭക്ഷണം വേറെ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ KFDCയുടെ ബേസ് ക്യാമ്പിലാണ് അടുത്ത ഫുഡല്ലോ. ആരാളെ ചേട്ടാ? 2 ചായ അല്ലേ? ചായ പറയാം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എത്ര കിലോമീറ്റർ പോകണ്ട? ഏകദേശം 8 കിലോമീറ്റർ കൂടെ. അപ്പോൾ എത്താറായി? ബേസ് ക്യാമ്പിലേക്ക് ഒരു 3 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വണ്ടി തന്നെ അവിടെ ഹോൾഡ് ചെയ്യും. ബാക്കി നാളെ രാവിലെ ട്രാവൽ ചെയ്യും. കേട്ടോ? പിടിച്ചോളൂ. ചേട്ടാ, അപ്പൊ ആ മലയ്ക്ക് മുകളിലെത്തണം. ഇത് അടിപൊളി സ്ഥലം. നമുക്ക് യൂറോപ്യൻ കൺട്രീസിലെല്ലാം കാണുമ്പോൾ, യൂറോപ്യൻ കൺട്രി പോയിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും പറയാലോ, നമ്മൾ കണ്ട വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ പലതും. എന്തൊരു രസമാണ് കാണാൻ. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് പെട്ടെന്ന് അവിടെ എത്തണം. അപ്പോൾ വിട്ടേക്കാം അല്ലേ? നമ്മുടെ ചാർലി ഒറ്റ ഡയലോഗ് ഹിറ്റായി. എന്താ മീശപ്പുലിയും മഞ്ഞു എന്ന് കണ്ടിട്ടുണ്ടത്? ഡീക്ക് ഒറ്റ ഡയലോഗ് ഉണ്ട്. ശരിക്കും അതങ്ങനെ സത്യമാണോ? അങ്ങനെയാണോ ഹിറ്റായ സ്ഥലം? ഈ നമ്മുടെ നാട്ടിലെ ആൾക്കാർ അറിയുന്നത് ആ ഒറ്റ ഡയലോഗിലാണ്. പണ്ട് ഫോറിനേഴ്സ് അല്ലേ വരാറുണ്ടായിരുന്നല്ലേ? ഫോറിനേഴ്സിന് ഉള്ള അവർക്ക് ഈ ലോങ് ട്രക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരാണ് അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഒരൊറ്റ ഡയലോഗ് കേട്ടതോടുകൂടി നമ്മൾ മലയാളീസ് ഇറങ്ങി. അതെ അതെ. നമ്മൾ ബേസ് ക്യാമ്പ് അല്ലാതെ മുകളിൽ വേറെ താമസം ഉണ്ടോ?
ഈ മീശപ്പുലിമലയ്ക്ക് തൊട്ട് നിയറസ്റ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും? നിയറസ്റ്റ് സ്റ്റേ ആണ് റോഡ മാൻഷൻ എന്ന് പറയുന്നത്. റോഡ മാൻഷൻ. അതെ. ബേസ് ക്യാമ്പിൽ നിന്ന് 5 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നേരെ നമുക്കിത് കാണാം. അതെ, സൺറൈസ് രാവിലെ കാണാം പെട്ടെന്ന്. അതെ. സാധാ ബേസ് ക്യാമ്പിലാണെങ്കിൽ നമ്മൾ രാവിലെ നടക്കണം. അതെ, 5 കിലോമീറ്റർ വണ്ടിയിൽ പോകണം. അല്ലാണ്ട് വണ്ടി പോവോ? 5 കിലോമീറ്റർ. അപ്പം ഇനി അപ്പോൾ ട്രക്കിംഗ് ഒക്കെ എങ്ങോട്ടാ? അത് റോഡ മാൻഷനിൽ നിന്നാണ്. റോഡ മാൻഷനിൽ നിന്നാണ് പിന്നെ ട്രക്കിംഗ് തുടങ്ങുന്നത് അല്ലേ? അതായത് മീശപ്പുലിമലയ്ക്ക്. അതെ. ഇതാണ് ശരിക്കും ഓഫ് റോഡ്. ഇതാണ് പക്ക ഓഫ് റോഡ്. അതുപോലെ ആന തന്നെ കാണാറുണ്ടോ? ആന ഉണ്ടാവാറുണ്ട്. ആന നമ്മുടെ ബേസ് ക്യാമ്പിന്റെ ഭാഗത്ത് ഇറങ്ങുമോ? ബേസ് ക്യാമ്പിന്റെ ഭാഗത്തേക്ക് ഇല്ല. എന്തായാലും ഇതെല്ലാം ഈ വഴിക്ക് വരാറുണ്ട്. നമ്മളെ പടയപ്പ ഇവിടുത്തെ കാരനാണോ? പടയപ്പ സ്വന്തം നാടല്ലേ മൂന്നാറ്. ആണോ? പക്ഷെ അത് കാണുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ പാക്കേജില് സൺറൈസ് മാത്രമേ കാണാറുണ്ടെങ്കിൽ സൺസെറ്റ് കാണാറുണ്ട്. എങ്ങനെയാ? സൺറൈസ് മാത്രമേ ഉള്ളൂ, സൺസെറ്റ് ഇല്ല. ഇല്ല. സ്ഥലത്തെത്തി. അതെ, നല്ല തണുപ്പാണ്. നമ്മൾ ഇടയ്ക്ക് ജീപ്പ് മാറി കയറി. കാരണം നമ്മൾ സാധാരണ 2 മണിക്ക് പോന്നാൽ 3:30 ആകുമ്പോൾ മേലെത്തും. അപ്പം നമ്മൾ ഈ ഷൂട്ടും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ ജീപ്പ് മേലേക്ക് പോയി. അപ്പം നമ്മൾ അടുത്ത ജീപ്പിലാണ് ഇങ്ങോട്ട് വന്നത്. ചേട്ടനൊക്കെ കണച്ചൊക്കെ ജാക്കറ്റ് ഇട്ടിരിക്കുക. തണുപ്പങ്ങനെ ആണല്ലേ? അവർക്ക് ശീലമായിട്ടുണ്ടാവും, നമുക്കൊന്നും വയ്യ. ജാക്കറ്റ് മസ്റ്റ് അല്ലേ? ഇതാണ് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ. ഇത് ബേസ് ക്യാമ്പാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഉള്ളത് സ്കൈ കോട്ടേജ്. അവിടെയാണ് നമ്മൾ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആണോ? അപ്പൊ ഇതില് പെർ ഡേ എത്ര? 2200 സംതിങ് അല്ലേ? 2215 രൂപ ഒരാൾക്ക്. അപ്പൊ ഒരു ഇതില് എത്ര വരും? 2 പേര്. അതെ. അപ്പൊ സിംഗിൾ ഉപയോഗിക്കാമല്ലോ? വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് സ്കൈ കോട്ടേജ് ഇനിയും പോണോ? ഒരു 100 മീറ്റർ നടക്കാനായിട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലം. ഫസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നാളെ രാവിലെയാണ് യാത്ര അല്ലേ? അതെ, രാവിലെ 5:30 ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് പുറപ്പെടണം. സാധാ തണുപ്പാണ്. ചൂട് ചായ തണുത്തിട്ട് സംസാരിക്കാൻ പറ്റും. തണുപ്പ് നല്ല തണുപ്പാണ്. സമയം 6 മണിയായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും നല്ല തണുപ്പായി വരുന്നു. ഇങ്ങനെ രാത്രി മൈനസ് ആവുമോ? ഒരു 5 ഡിഗ്രിയിലേക്ക്. സാറ് ഇപ്പോൾ ഡെയിലി ഇങ്ങനെ തന്നെ ഇതിലാണോ? ജാക്കറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ ഇന്നിപ്പോൾ എത്ര സ്റ്റേ ഉണ്ടല്ലേ? ഇന്ന് നമുക്ക് 40 പേര് ഇവിടെ സ്റ്റേ ഫുള്ളാണ് ടെന്റിൽ. അതെ. പിന്നെ നമ്മളെ മേളിൽ 18 പേര്. ടോട്ടൽ 60 പേർക്ക് താമസിക്കാം. അപ്പം ഇതാണ് ടെന്റ്. ഇവിടെ ടോട്ടൽ എത്ര ടെന്റ്? ഇവിടെ 20 ടെന്റ്. 20 ടെന്റ്. അപ്പോൾ നമ്മൾ ഈ ബുക്കിംഗ് കാര്യമൊക്കെ എന്താ ചെയ്യേണ്ടത്? ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ വിളിച്ചിട്ട് ബുക്ക് ചെയ്യാം. 2 വഴിക്കും. അതെ. അപ്പോൾ KFDC സൈറ്റിൽ കയറി ബുക്ക് ചെയ്താൽ മതി. അതെ, KFDC.com. മീശപ്പുലിമല കാണാൻ പറ്റുമോ? മീശപ്പുലിമല ഇവിടെ കാണാൻ പറ്റില്ല. ഇല്ല. അപ്പോൾ ക്യാമ്പ് ഫയറും കാര്യമൊക്കെ ഇവിടെ നിന്നായിരിക്കും? ക്യാമ്പ് ഫയറും കാര്യങ്ങളെല്ലാം ഇവിടെ താഴെ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ മുകളിലൊരു സ്പോട്ട് ഉണ്ട്. 2 സ്പോട്ട്? അതെ. 2 സ്പോട്ട് ഉണ്ടാവും? എല്ലാ ദിവസവും ഉണ്ടാവും? എങ്ങനെയാണ്? ഉണ്ടാവും, തിരക്കിനനുസരിച്ചാണ്. അപ്പോൾ ഇന്ന് ഫുൾ ആളുണ്ടല്ലോ. അതെ. ഇതിന്റെ മറ്റേത് നമ്മളെ വൈറലായ ഹട്ടാണല്ലോ അല്ലേ? അതെ, വൈറലായ ഹട്ടാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലാണ്. എന്താ ഇതിന്റെ ഒരു കഥ? ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗസ്റ്റുകൾക്ക് ഇരുന്നിട്ട് ഒന്ന് കഥ പറയാനും രാത്രിയിലൊക്കെ ഒന്ന് വിശ്രമിക്കാനും ചില്ലൗട്ട് ചെയ്യാനുള്ള ഒരു സ്ഥലം ആണ്. അതെ. നമുക്കൊരു ടെന്റ് കണ്ടാലോ? കാണാലോ. അപ്പം എല്ലാ ടെന്റിലും ഓരോരുത്തർ കയറാണ്. കാരണം നല്ല തണുപ്പായതുകൊണ്ട് എല്ലാവരും ജാക്കറ്റും ബ്ലാങ്കറ്റൊക്കെ എടുത്തിട്ടാണ്.
അപ്പോൾ ഇതിന്റെ ലൈറ്റും കാര്യമൊക്കെ എങ്ങനെയാണ് ചേട്ടാ? ലൈറ്റ് ഇവിടെ നൈറ്റ് ഫുള്ള് ലൈറ്റ് ഉണ്ടാവും. സ്ട്രീറ്റ് ലൈറ്റ് പുറത്തുണ്ട് അല്ലേ? അതെ അതെ. ഇങ്ങനെ കയറിയാൽ മതി അകത്തേക്ക്. ഓ ഇതിലിപ്പോ ഈ സ്ലീപ്പിംഗ് ബാഗ് വരും. സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടാവും. രണ്ടുപേർക്ക് അടിച്ചു പൊളിച്ച് സുഖമായിട്ട് കിടക്കാം, എൻജോയ് ചെയ്യാം. അതെ. നേരത്തെ ബേസ് ക്യാമ്പിൽ നിന്ന് ഒരു 200 മീറ്റർ നടക്കണം. പക്ഷെ ഇപ്പോഴേക്കാണെങ്കിൽ തണുപ്പ് കൂടെ ആയതുകൊണ്ടാണ് നമ്മൾ മലബാർ കിതപ്പ് എന്ന് പറയും. അതെ അതെ. കേറാം. അപ്പൊ ഇവിടെ നമ്മൾ താമസം, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. അതെ, നമ്മൾ മാത്രമേ ഉള്ളൂ. അല്ല ഈ ക്യാമ്പ് ഫയർ തിരിച്ച് പിന്നെ പോട്ടെ അങ്ങോട്ട്. അത് പോണം. അടിപൊളി. അയ്യോ യെസ്, അസലാണ്, മുതലാണ്. അപ്പം നമുക്കിതിൻ്റെ ഭയങ്കര എക്കോ അടിക്കുന്നുണ്ട്. ഇവിടെ റെന്റ് എത്ര വരുന്നത്? ഇവിടെ ഒരാൾക്ക് 3335. അപ്പോൾ ടെൻറ്റേക്കാട്ടിലും കൂടുതലുണ്ട്, 1000 രൂപ കൂടും. ഫെസിലിറ്റീസ് അത്ര മാത്രം അത്രയുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കാണാം, നേരിട്ട് കാണാം. ഓക്കെ, കാണാം. ഇവിടെ ഡൈനിങ്ങും സ്പേസും കാര്യങ്ങളും. ഡാൻസ് കളിക്കുന്ന നല്ല തണുത്തിട്ട് ട്രെയിനിലെ തണുപ്പ് കാരണം തണുപ്പാ. മുകളിലാണ് നമ്മുടെ സ്റ്റേ. അതെ അതെ. അയ്യോ, ഒരു ചെറിയൊരു സർപ്രൈസും കൂടി ഉണ്ട്. സർപ്രൈസ് ഉണ്ടോ? ഉണ്ട്. എന്താ കഴിക്കാൻ കിട്ടുമോ സർപ്രൈസ് ആയിട്ട്? കഴിക്കാനല്ല, വേറെ എവിടെയും കിട്ടാത്തൊരു സംഭവമാണ്. അതെ അതെ. എന്താണ് സംഭവം? ആകാശത്തേക്ക് നോക്കിയിട്ട് അങ്ങനെ കിടക്കാം. ഓ, ഇതാണ് സംഭവം. അതെ അതെ. ആകാശം കാണാം. അതെ അതെ. ഇത് കോട കാരണം ഇപ്പൊ കാണാൻ പറ്റുന്നില്ല, പക്ഷെ നക്ഷത്രം വന്നാൽ കാണാൻ പറ്റും. കാണാം അല്ലേ? അപ്പം നമ്മുടെ ഈ കോട്ടേഴ്സിന് ഇത് എന്താ പേര്? സ്കൈ കോട്ടേജ്. അപ്പൊ ഇതങ്ങനെ പേരാൻ കാരണം സ്കൈ കോട്ടേജ്. അതെ അതെ. അപ്പൊ ഇതാണ് നമ്മുടെ റൂം കാര്യങ്ങൾ. താഴെ ഡൈനിങ് താഴെയാണ്. അപ്പൊ ഫുഡ് കഴിക്കാൻ അങ്ങനെ പോകണ്ടേ നമ്മള്? ഫുഡ് നമുക്ക് അറേഞ്ച് ചെയ്യാം, ഇങ്ങോട്ടേക്ക് അറേഞ്ച് ചെയ്യാം. അത് ചെയ്യാൻ പറ്റും? ചെയ്യാലോ. അപ്പോൾ വേണമെങ്കിൽ ഫുഡും കൂടെ എത്തിക്കും, കാരണം താഴെ നടന്നു പോകാം, തീരെ വയ്യ, നല്ല തണുപ്പാണ്. അപ്പം ക്യാമ്പ് ഫയർ താഴെ തന്നെ പോകണം. അത് പോകണം. അപ്പോൾ നമുക്ക് ക്യാമ്പ് ഫയർ എത്ര മണിക്കായിരിക്കും? അത് നമുക്കൊരു 7:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. കിടന്ന് കാണട്ടെ ചന്ദ്രനെ. അമ്മേ പൊളി. പറഞ്ഞ സർപ്രൈസ് പോലെ തന്നെ ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. കാരണം ഇങ്ങനെ കിടന്നോട് ചന്ദ്രനെ കാണാം. അപ്പോൾ നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. നല്ല തണുപ്പാണ്, രക്ഷയില്ല. തണുപ്പ് എന്ന് പറഞ്ഞാൽ അസായ തണുപ്പ്, രക്ഷയില്ലാത്ത തണുപ്പ്. അപ്പോൾ നമുക്ക് ക്യാമ്പ് ഫയറും കാര്യം ഫുഡൊക്കെ താഴെ സെറ്റാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വൈകുന്നേരം കാണിച്ച വിഷ്വൽ കണ്ടിരുന്ന ഈ ഹട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പോകുമ്പം കണ്ട ഹട്ടാണിത്. അപ്പോൾ രാത്രി നല്ലൊരു ഗംഭീര ആംബിയൻസ് ആണ്. കാരണം ചെറിയൊരു വെള്ളച്ചാട്ടം കൊണ്ട് സൗണ്ട് കേൾക്കാം, നല്ല ചീവിൻ്റെ സൗണ്ട്, എല്ലാം കൊണ്ടും അതിമനോഹരമാണ്. അപ്പം എല്ലാവരും വരിക. KFDCയിലാണ് ബുക്കിംഗ് കാര്യമൊക്കെ, അതൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് താഴെ ഫുഡ് റെഡിയാണ്, ക്യാമ്പ് ഫയർ റെഡിയാണ്. അപ്പോൾ അങ്ങോട്ട് വിട്ടേക്കാം. കമോൺ. അപ്പോൾ രഞ്ജേട്ടാ, ഓക്കെ, എന്തൊക്കെ ഫുഡായോ? ഫുഡെല്ലാം റെഡിയാണ്. നല്ല ബോളിംഗ് ആണല്ലോ. നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ സ്ഥലം എവിടുന്ന? കണ്ണൂര് ആണോ? കണ്ണൂര് ഒരു ആവേശമില്ലല്ലോ. ഞാൻ കോഴിക്കോട്. തണുത്തിട്ടല്ലേ? ഞാൻ ജാക്കറ്റ് ഇട്ടു. അപ്പോൾ വേറെ എന്തൊക്കെയാ ഫുഡ് എങ്ങനെയാ കാര്യങ്ങളൊക്കെ? ഗംഭീരം, തകർത്ത്. ഫസ്റ്റ് ടൈമാണോ എല്ലാവരും? ആണോ? അപ്പോൾ എന്താ പരിപാടി? എന്താ ചെയ്യുക? പഠിക്കുകയാണോ? എന്താ ചെയ്യുന്നത്? എടാ ഇപ്പോൾ പഠിക്കുന്നേ ഉള്ളൂ. ഞാൻ ഇപ്പോഴാണ് വരുന്നത്. എത്ര പ്രായം എത്രയാണ് എനിക്ക്? വയസ്സായി. അപ്പോൾ ഈ പിള്ളേരൊക്കെ പൊളിച്ചെടുക്കുകയാണ്. നമുക്ക് എന്തൊക്കെയാ ഭക്ഷണം? നമുക്ക് ചപ്പാത്തി ഉണ്ട്. ശേഷം കഴിച്ചാൽ വിശക്കുന്നു. റൈസ് ഉണ്ട്. നമ്മൾ ഗവി പോയി അതേപോലെ തന്നെയാണ് കാര്യങ്ങൾ. എല്ലാം ബുഫേ സെറ്റപ്പാണ്. നമ്മൾ KFDC മൊത്തം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം രഞ്ജിയുടെ പറഞ്ഞായിരുന്നു ഫുഡ് അവിടെ എത്തിക്കുക ക്വാർട്ടേഴ്സിൽ. പക്ഷെ നമ്മളെല്ലാവരും ഉള്ളത് നമ്മൾ വന്നില്ല. അച്ഛനെ എടുത്തോട്ടെ. അപ്പോൾ രഞ്ജിട്ട് എടുക്ക്. നോൺ വെജ് ഉണ്ട് രാത്രി അല്ലേ? ഹായ്.
ചിക്കൻ ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. ഉച്ചയ്ക്ക് മീൽസിൽ വെജാണോ? സദ്യയാണ്. അപ്പോൾ സംഗതി മൊത്തം സെയിമാണ്. KFTC എല്ലാവരും വരിക, ബുക്ക് ചെയ്യുക. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടു. ഗവിയേക്കാൾ ഗവീശൽ വേറൊരു ലൈഫായിരുന്നു, ഇത് വേറൊരു ലൈഫാണ്. ഗംഭീരമാണ്, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ചാമ്പിയേക്കാം അല്ലേ, തട്ടിയേക്കാം. ആലുവ മത്തിക്കറി പോലെ തന്നെ പൈനാപ്പിളും ചിക്കനും കിട്ടുന്ന കഴിക്കുക. പക്ഷേ ഗംഭീര ഫുഡാണ്. ഹായ്, കമ്മിങ് ഫ്രം USA. USA? Yeah. We are Indians. Oh, yeah. Well, I mean, I am Indian. Indian? Yeah. Where? From Delhi. Delhi? Yeah. Yeah. Do you know Hindi? Of course, Hindi जानते हैं. हाँ, हिंदी बोलो. हाँ जी, हिंदी बोलते हैं. हिंदी बोलते हैं. आप कुछ बोलिए. नाम क्या है? हैना. हैना. हाँ, हिंदी बोलेने का. हाँ, हिंदी समझती है. समझते हैं ना, थोड़ा है ना. हाँ, केरला सरकार बोलते हैं ना. सबसे बहुत अच्छा फूड है केरला में. केरला में. She doesn't like North anymore after coming to Kerala. केरला. Yeah. एक मलयालम वाक बोलो. मलयालम. मलयालम. हाँ. मलयालम में. वणक्कम. भैया. हाँ, वणक्कम. तमिल है ना, इधर से बोलेगा. अच्छा. हाँ, वणक्कम, नमस्कारम. अच्छा, नमस्कार. नमस्कार. ए प्रभु, नमस्कार बोलो. नमस्कार. ഓക്കെ, ठीक है बाय. അപ്പം അവർ പൊളിച്ചെടുക്കുകയാണ്, നമ്മൾ പൊളിച്ചെടുക്കുകയാണ്. വിഷ് മീ ഹാപ്പി ന്യൂ ഇയർ. Happy New Year. ഹാപ്പി ന്യൂ ഇയർ. ചേട്ടാ, ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകി. വേണ്ടായിരുന്നു, തണുത്തതല്ലോ. സംസാരിക്കാൻ ചുണ്ടൊക്കെ ഇങ്ങനെ തണുക്കുന്നില്ലേ? ഇത് ശരിയായി പോയിണ്ടാവും അല്ലേ? അത്ര കണ്ടാലേ, പക്ഷെ നമുക്ക് തീരെ കണ്ടില്ലേ. 2 സെക്ഷനാണ് ക്യാമ്പ് ഫയർ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം താഴെ നടക്കുന്നു, കാരണം ഇന്ന് ഫുള്ളാണ്. കാരണം അറിയാലോ, ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷം എല്ലാത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും വന്നേക്കാണ്. തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ പല സംസ്ഥാനമായിട്ട് ആൾ വന്നേക്കുക, എല്ലാവരും അടിച്ചു പൊളിക്കുകയാണ്. അപ്പം നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് കണ്ണൂർ ടീമുണ്ട്. മച്ചന്മാരെ, എന്തോന്നാടേ ഇത്? ഒന്ന് ഉറക്കെ പറ. തണുക്കുന്നുണ്ടോ? തന്നിട്ട് മിണ്ടാൻ വയ്യ. ഞാൻ അടുത്തായിട്ട് വലിയ കുഴപ്പമില്ല. പിന്നെ കുറച്ച് ഇവിടുന്ന് ട്രിവാൻഡ്രം നമ്മളെ കുറച്ച് മച്ചാന്മാരുണ്ട് അപ്പുറത്ത്. പിന്നെ ഇവിടുന്ന് സാബുച്ചേട്ടനും പിള്ളേരും ഉണ്ട്. അല്ലെ, പിള്ളേരല്ല അല്ലേ, ഫാമിലി അല്ലേ? അപ്പോൾ സാബുച്ചേട്ടാ, സ്ഥലം എവിടെ? കൊല്ലത്തെവിടെ? കൊട്ടിയം. നമ്മൾ ഓഫീസ് ട്രിവാൻഡ്രത്ത്. വീട് കോഴിക്കോടാ. എന്നിട്ട് വേറെ എന്തൊക്കെയാ വിശേഷം? അയ്യോ, സുഖം. അപ്പോൾ പ്രായം എത്രയായി? 48 വയസ്സായി. അപ്പോൾ ഈ പ്രായത്തിൽ ഇങ്ങനെ എന്താ ഒരു ഫീല്, ഇങ്ങനെ യാത്ര ചെയ്യാൻ? ആസ്വദിക്കാറുണ്ട്. വീട്ടിലിരുന്നാ പോരെ ഈ വയസ്സാം കാലത്ത്? എന്തിന്റെ കേടാ? ഞങ്ങൾ എല്ലാ ഹോളിഡേയ്സിനും പോകാറ്. അടിച്ചു പൊളിക്കാണ്. അപ്പൊ നമ്മള് ഇന്ന് ഉറങ്ങാൻ പോകുന്നു. ഇപ്പൊ സമയത്ത് ചേച്ചി ചാർജ് തീർന്നു. എന്താവട്ടെ, അപ്പൊ രാത്രി ആയിരിക്കും. 9:10 തണുപ്പ് എങ്ങനെ? അടിപൊളിയാണ്. അപ്പം നേരെ കിടക്കാൻ പോകുന്നു. അപ്പൊ ബാക്കി കാര്യം നാളെ 5 മണിക്ക് നമ്മൾ എഴുന്നേൽക്കും, തകർക്കും. അപ്പം എല്ലാവർക്കും ഇന്നത്തേക്കൊരു ഗുഡ് നൈറ്റ്. ജിമ്മി വാ. സമയം രാവിലെ 5 മണി. നമുക്ക് പോകാൻ സമയം. തണുപ്പ് കാരണം സംസാരിക്കാൻ വയ്യ. ചേട്ടായേ, അസായ തണുപ്പ്. വിട്ടേക്കാ. അപ്പോൾ നമ്മൾ നേരെ മല കയറാൻ പോവാണ് അല്ലേ? അപ്പം നല്ല ചൂട് ചായ. ചായ കുടിച്ചോ? ചായ വേണ്ട. അപ്പം ബേസ് ക്യാമ്പിൽ നിന്ന് രാവിലെ ചായ കഴിച്ചിട്ട് ജസ്റ്റ് ഒരു ചായ അല്ലേ? ചായ ബ്രെഡ് ഉണ്ട്. മെല്ലെ പോവാ അല്ലേ? നമ്മൾ തിരിച്ചത് ലേറ്റ് ആവും. എത്ര മണിയാവും ഏകദേശം? നമ്മളൊരു 12 മണിയാകുമ്പോൾ തന്നെ എത്തും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ?
രാവിലെ ഒന്ന് ജസ്റ്റ് ഇത് കഴിച്ചിട്ട് നന്നാവും. കഴിച്ചായിരുന്നോ? ഓ ഞാൻ കഴിച്ചു. നല്ല ഈ തണുപ്പത്ത് നല്ല അടിപൊളി കട്ടൻ ചായ. നമുക്ക് എത്ര മണിക്കൂർ വേണം മേലേക്ക് എത്താൻ? നമുക്ക് അരമണിക്കൂർ മതി. സൺറൈസ് കാണാൻ അരമണിക്കൂർ. അതെ. അത് കഴിഞ്ഞ് പിന്നെ ട്രക്കിംഗ് എപ്പം പോലും കുഴപ്പമില്ല. ഇല്ല സൺറൈസ് 6 മണിയാകുമ്പോഴത്തേനും സൺറൈസ് ആകും. അപ്പോൾ തന്നെ അവിടെ എത്താം. നമ്മുടെ ബേസ് ക്യാമ്പിൽ നിന്ന് 5 റോഡ് സഞ്ചരിച്ച് നമ്മളിവിടെ എത്തി. ഇത് ഇവിടെ സ്റ്റേ അല്ലേ? അതെ റോഡോ മാൻഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞു. അതെ. അപ്പോൾ ഇവിടെ എത്ര പെർ ഹെഡ് റേറ്റ്? ഒരാൾക്ക് 3307. 3307. ഇവിടെ 18 പേര് സ്റ്റേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ നേരെ കയറണം. അതെ ഷൂട്ടിംഗ് പോയിന്റ് കയറുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മീശപ്പുലി മല. എത്ര ദൂരെയാണ്? ഒരു 3.5 കിലോമീറ്റർ. ചെറുതായിട്ട് 3.5 കിലോമീറ്റർ. അപ്പോൾ ഈ മലയെല്ലാം അങ്ങ് എത്തണം. എത്ര? 9 മല. 9ാമത്തെ മല മീശപ്പുലി മല. ഒരു മല കയറി ഇറങ്ങുക, അടുത്ത മല കയറി ഇറങ്ങുക, അങ്ങനെ ചെറിയ മലയുണ്ട് ചെറുതായിട്ട്. അപ്പോൾ കയറട്ടെ. നല്ല തണുപ്പാണ് കേട്ടോ. ഗുജറാത്ത് അതിർത്തിയിലെ തപ്തി നദീതീരം മുതൽ നമ്മുടെ കന്യാകുമാരി വരെയുള്ള ഈ സഹ്യ പർവ്വതനിരകളിൽ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ പർവ്വതം അല്ലേ? അപ്പോൾ ആദ്യത്തേത് നമ്മുടെ ആനമുടി. അത് 2645 മീറ്റർ ഉയരത്തിൽ. ഇത് 2640. അപ്പം ഓരോ മലകൾ അപ്പോൾ ടോട്ടൽ എത്ര മലകളുണ്ട് നമ്മൾ കയറി ഇറങ്ങണം? 8 മല കയറാനുണ്ട്. 9ാമത്താണ് മീശപ്പുലി മല. അപ്പോൾ നമ്മളിപ്പോൾ 2-3 മല മാറി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഓരോ പുൽമേടാണ് അല്ലേ? കയറി ഇറങ്ങുക വലിയ ടാസ്ക്കാണ്, ചെറിയ ടാസ്ക് അല്ല. നല്ല തണുപ്പായതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം കരുതിയിട്ടുണ്ടായിരുന്നില്ല കുടിക്കാനൊന്നും. പക്ഷേ ഈ 2-3 മല കയറി ഇറങ്ങിയപ്പോൾ ഭയങ്കര ദാഹം. അപ്പോൾ നല്ലൊരു അരുവി കണ്ട്. അപ്പോൾ കുടിക്കാലോ അല്ലേ? ഐസ് വാട്ടർ പോലെ. ഡിക്ക് പറഞ്ഞ പോലെ മീശപ്പുലി നമ്മൾ കണ്ടിരിക്കുകയാണ്. അസാദ് എന്ന് പറഞ്ഞാൽ അസാധ്യ സ്ഥലം. ഗംഭീരം, അതിഗംഭീരം. രാവിലെ നമ്മൾ ഇതിലാണ് പോയത്, ഓർമ്മയില്ലേ? ഇതിലൂടെ ചോദിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നപ്പോൾ അങ്ങനെ മല ഇറങ്ങി ഇങ്ങനെ തിരിച്ച് ഇതിലെ വന്നു. അപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. കിതപ്പ് മാറുന്നില്ല. ഉച്ചയ്ക്ക് 1 മണിക്ക് അവിടെ ഇറങ്ങിയതാണ്. 2:45 കഴിഞ്ഞു ഇവിടെ എത്തുമ്പോൾ. നമ്മൾ ബാക്ക് എടുത്ത് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പം ഓൾറെഡി നമ്മുടെ കൂടെ വന്ന ബാച്ച് മൊത്തം ഇറങ്ങി. ഇപ്പോൾ സെക്കൻഡ് ബാച്ച് ഇപ്പം ഇന്നത്തെ ബാച്ച് ഇന്നിപ്പോൾ ഉച്ചയോട് കൂടി എത്തും.
സമയം നോക്കൂ, ഉച്ച സമയമാണ്, പക്ഷേ ഇപ്പോഴും തണുപ്പാണ്, അസഹ തണുപ്പാണ്. അപ്പം നമ്മൾ 2024 ഒരു ആഗ്രഹം വെക്കുമല്ലോ, ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ന സ്ഥലം കാണണം. അപ്പോൾ അങ്ങനെ ഇന്ന സ്ഥലം കാണണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നവർ ആദ്യമായി പരിഗണന കൊടുക്കേണ്ട വിഷയം നമ്മുടെ മേശപ്പുലിമേക്കായിരിക്കണം. കാരണം അതിഗംഭീരമാണ്, നമ്മളെല്ലാം കണ്ടല്ലോ ദൃശ്യങ്ങളിൽ. അപ്പം അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയട്ടെ, ഈ KFTC സർവീസ് ഗംഭീര സർവീസാണ്. അവരെല്ലാ കാര്യം നമുക്ക് ഒപ്പം നിൽക്കുന്നുണ്ട് അവർ. അപ്പം അവർക്കൊരു പ്രത്യേക നന്ദി കൂടി പറയുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ പറയുന്നു. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ വിട്ടേക്കാം. ബായ്.